അതേസമയം നെടുമ്പാശ്ശേരി എയർപോർട്ട് റോഡിൽ CASFകാർ യാത്രക്കാരെ വല്ലാതെ ഭീഷണിപ്പെടുത്തുന്നത് പതിവാണെന്ന് ചില പരാതികൾ വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം വാഹനത്തിൽ പോകുമ്പോൾ വിദ്യാർത്ഥിയെ തടഞ്ഞു നിർത്തി ഭീഷണിപ്പെടുത്തിയെന്നാണ് പരാതി. നമുക്ക് ആ പരാതി ഒന്ന് കേട്ടുവരാം. നെടുമ്പാശ്ശേരിയിൽ CASF ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് മുൻപും ദുരനുഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് ഒരു വിദ്യാർത്ഥി ഇപ്പോൾ സാക്ഷ്യപ്പെടുത്തുകയാണ്. എന്താണ് മോനുണ്ടായ ദുരനുഭവം? ഞാനും എൻ്റെ കൂട്ടുകാരനും ഒരു ദിവസം എയർപോർട്ടിൻ്റെ പുറകിൽ വെറുതെ കറങ്ങാൻ പോകാമെന്ന് പറഞ്ഞ് പോയതായിരുന്നു. ഇവൻ വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്ത് നിന്ന് ഓപ്പോസിറ്റ് സൈഡിലേക്ക് പാർക്ക് ചെയ്യാൻ വേണ്ടി U-ടേൺ എടുക്കാൻ വേണ്ടി റോഡിൻ്റെ നടുക്ക് നിർത്തിയേക്കായിരുന്നു. CASFകാരൻ ബൈക്കിന് പോകുന്ന വഴിക്ക് ക്രാഷ് കാർഡ് തമ്മിൽ പതുക്കൊന്ന് തട്ടി കുറച്ച് പുള്ളി അങ്ങോട്ട് പോയി. അവൻ വണ്ടി നിർത്തി. പുള്ളി തിരിച്ചു വന്നിട്ട് ചോദിച്ചു, പുള്ളി ഒരു ദേഷ്യപ്പെട്ട് വല്ലാണ്ട് ഞങ്ങളുടെ അടുത്ത് ലൈസൻസ് എന്താ, അവൻ്റെ അടുത്ത് പേപ്പർ വർക്ക് എന്താ ഉണ്ടോ, അതുണ്ടോ ഇതുണ്ടോ എന്നൊക്കെ ചോദിച്ച് ഇത് ചെയ്തു. ഇവനാകെ പേടിച്ച് തല ഇറങ്ങി വീഴുന്ന വഴി ഞാൻ മാത്രമേ ഉണ്ടായുള്ളൂ കൂടെ അവനെ പിടിച്ചു നിർത്തിയും. ആ സമയത്ത് ഈ പുള്ളി ഞങ്ങളുടെ അടുത്ത് അവൻ്റെ അടുത്ത് ചൂടായിട്ട് അഭിനയിക്കല്ലേ, എഴുന്നേറ്റ് നിൽക്ക്, ഇതൊക്കെ ഞാൻ കുറേ കണ്ടിട്ടുള്ളതെന്ന് പറയുകയും ചെയ്തു. അത് കഴിഞ്ഞ് ഒരു കണക്കിന് സോറി പറഞ്ഞ് വലിയ പ്രശ്നമാക്കണ്ടെന്ന് പറഞ്ഞതുകൊണ്ടാണ് പുള്ളി അങ്ങനെ ഞങ്ങളെ വിട്ടേ. ഇനി നോക്കി ഓടിച്ചാൽ മതി, എന്നെ കൊണ്ട് അന്ന് ഞാനാണ് വണ്ടി ഓടിച്ച് അവൻ്റെ വീട് വരെ കൊണ്ടുവന്നാക്കി. അതാണ് സംഭവം ഉണ്ടായത്. മോൻ വീട്ടിൽ വന്ന് ഇത് പറഞ്ഞപ്പോൾ അന്ന് ഭയം തോന്നിയിരുന്നു? തീർച്ചയായിട്ടും ഉണ്ടായിരുന്നല്ലോ, മക്കളാവുമ്പോൾ അങ്ങനെ ഉണ്ടാവില്ല. അപ്പോൾ അവൻ പറഞ്ഞത് അന്നല്ല പറഞ്ഞത്, കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ്. ഞാൻ പേടിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത്. വന്ന് പറഞ്ഞു, അപ്പോൾ അവർ ഇങ്ങനെ എയർപോർട്ടിൻ്റെ അടുത്ത് വെച്ച് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നെ വിളിക്കാൻ വേണ്ടിയില്ലെന്ന് ചോദിച്ചു. പക്ഷേ അവൻ പറഞ്ഞ എന്തിനാ അതിൻ്റെ ആവശ്യം ഉണ്ടായില്ല. CASF ഉദ്യോഗസ്ഥർ ഭീഷണിപ്പെടുത്തുന്നുവെന്ന ധാരാളം പരാതി വരുന്നുണ്ട്. നെടുമ്പാശ്ശേരി എയർപോർട്ടിന് പരിസരത്ത് താമസിക്കുന്നവരാണ് ഈ പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം റോങ് സൈഡ് വന്ന് വാഹനാപകടം ഉണ്ടാക്കി കടന്നു കളയാൻ ശ്രമിച്ച CASF ഉദ്യോഗസ്ഥനെ നാട്ടുകാർ തടഞ്ഞു വെച്ചിരിക്കുകയും ചെയ്തിരുന്നു. മാലിന്യം തടഞ്ഞ റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികളെയും ഭീഷണിപ്പെടുത്തിയെന്നും പരാതിയുണ്ട്. ലിബി സജീന്ദ്രനോട് കൂടുതൽ വിവരങ്ങളുമായി. ലിബി സജീന്ദ്രൻ, എന്താണ് ഈ CASFകാർക്കെതിരെ പരാതി? ശരിയാണ്, വിമാനത്താവളത്തിന്റെ സുരക്ഷ പൂർണ്ണമായിട്ടും നോക്കേണ്ടത് CASFകാരാണ്, അക്കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അവിടെ ഏതെങ്കിലും സംശയകരമായ സാഹചര്യത്തിൽ നീക്കം നടന്നാൽ CASFകാർക്ക് പരിശോധിക്കാനുള്ള അവകാശമുണ്ട്. പക്ഷേ മാലിന്യം കൊണ്ട് തള്ളുക, അത് ചോദ്യം ചെയ്യുന്ന റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികളെ ചീത്ത വിളിക്കുക, റോങ് സൈഡിൽ വന്നിട്ട് യാത്രക്കാരുമായിട്ട് മല്ലുണ്ടാക്കുക, ഇതൊക്കെ എന്താണ് സംഭവിക്കുന്നത്? ലേബി, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. ഇത് ശരിക്കും നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിനകത്തുള്ള CASF ഉദ്യോഗസ്ഥർ പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ അവരുടെ അധികാര ദുർവിനിയോഗം നടത്തുന്നു എന്നുള്ള പരാതിയാണ് ഇപ്പോൾ വ്യാപകമായി ഉയർന്നിട്ടുള്ളത്. നമ്മൾ നേരത്തെ കേട്ട വിദ്യാർത്ഥിയുടെ പ്രതികരണത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ്, സാധാരണഗതിയിൽ പോകുന്ന യാത്രക്കാരെ തടഞ്ഞു നിർത്തി അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഒരു ചെറിയ അപകടമെങ്കിലും ഉണ്ടായാൽ വന്ന് ഭീഷണിപ്പെടുത്തുന്ന ഒരു സ്വഭാവമാണ് ഇവർക്കുള്ളത്. അത് മാത്രമല്ല, ആ കുട്ടി തന്നെ പറയുന്നുണ്ട്, ആ കുട്ടിയുടെ കൂടെ ഉണ്ടായിരുന്ന വിദ്യാർത്ഥി പെട്ടെന്ന് പേടിച്ച് തലകറങ്ങി എന്ന് പറയുന്നുണ്ട്. +2 കഴിഞ്ഞ വിദ്യാർത്ഥികളാണ്, അല്ലെങ്കിൽ 10-18 വയസ്സുള്ള വിദ്യാർത്ഥികളാണ്. അവർക്ക് സ്വാഭാവികമായും ഭയം വരും. നാട്ടുകാരുടെ പ്രതികരണവും നമുക്ക് ധാരാളം ലഭിച്ചിട്ടുണ്ട്. നാട്ടുകാരുടെ പ്രതികരണത്തിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നത്, ഇവർ ഈ തൊട്ടടുത്തുള്ള പ്രദേശങ്ങളിലൊക്കെ ഇവർ വാടകയ്ക്ക് താമസിക്കുന്നവർ ധാരാളം പേരുണ്ട്. എല്ലാവരും കുഴപ്പക്കാരാണെന്നല്ല, പക്ഷേ ചില ഉദ്യോഗസ്ഥർ അധികാര ധാർഷ്ട്യം കാണിക്കുന്നു. ഇവർ സാധാരണക്കാരായ നാട്ടുകാരോട് മോശമായി പെരുമാറുന്നു. അപകടമുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവരോട് ക്ഷുഭിതരായിട്ട് അവരെ ആ വഴിക്ക് വിട്ടത് തന്നെ കടന്നു കളയും. ഇത്തരം സംഭവങ്ങളൊക്കെ ഇവിടെ എപ്പോഴും കടന്നു വരുന്നു. CASF ഉദ്യോഗസ്ഥർ ഈ നെടുമ്പാശ്ശേരി എയർപോർട്ടിന്റെ പരിസരത്തുള്ള നാട്ടുകാരുമായിട്ട് അത്ര നല്ല സ്വരച്ചേർച്ചയിലല്ല എന്നാണ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. അത് CASF ഉദ്യോഗസ്ഥർ നടപടിയെടുക്കുക. ഈ ഉദ്യോഗസ്ഥർ അങ്ങനെ മോശമായിട്ട് പെരുമാറുന്നുണ്ടെങ്കിൽ അവരെ വിളിച്ച് താക്കീത് ചെയ്യുക. നാട്ടുകാരുമായിട്ട് ഒരുമിച്ച് പോയാലല്ലേ എല്ലാവർക്കും കൂടി ഒരുമിച്ച് സന്തോഷത്തോടെ പോകാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഈ കാര്യത്തിൽ, ഐവിൻ്റെ കാര്യത്തിൽ ലേബി പറഞ്ഞതുപോലെ ഇത്തരക്കാരായ ചില ആളുകൾ എല്ലാ സർവീസുകളിലും ഉണ്ടാവും, അതുപോലെ CASFിലും ഉണ്ടാവാനാണ് സാധ്യത. പ്രിയപ്പെട്ട